Good evening and welcome back to my new video. Hope you guys all subscribe our channel. എല്ലാ യാത്രകളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. തീരെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര. അത് നമ്മുടെ കോഴിക്കോട്ടേക്കാണ് കേട്ടോ. ഓൾവേസ് ഐ ആം വെരി ഹാപ്പി ടു എക്സ്പ്ലോർ കോഴിക്കോട്. എത്ര പോയാലും ആദ്യമായിട്ട് പോകുന്നൊരു ഫീലാട്ടോ. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ അവിടെ പോയിട്ട് കോഴിക്കോട് നിന്ന് ചേച്ചീനെ പിക്ക് ചെയ്തിട്ട് വേണം ബീച്ചിലേക്ക് പോകാൻ. ഇത് നമ്മുടെ പൂരപ്പുഴ പാലാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. ഇപ്പം നേരെ 6:30 ആയിട്ടുള്ളൂ. നമ്മളിങ്ങനെ നൈറ്റ് വൈബ് പഠിക്കാൻ കൂടിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. അവിടെ ഹോസ്റ്റലിലാണ് ചേച്ചി നിൽക്കുന്നത് കേട്ടോ. ഒന്ന് പഠിക്കാൻ വേണ്ടി പോയതാണ് ആള്. സോ അയാളെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കോഴിക്കോട് ബീച്ചിൽ പോകാൻ. അങ്ങനെ ഹോസ്റ്റലിലൊക്കെ പോയി ചേച്ചീനെ പിക്ക് ചെയ്ത് നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി കേട്ടോ. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് എപ്പോഴും രാത്രിയാണ് കോഴിക്കോട് ബീച്ചിനെ കാണാൻ ഒരുപാട് ഭംഗിയെന്ന് കേട്ടോ. ഇതുവരെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സംഭവമാണ്. ഞാൻ നൈറ്റിൽ ഇതുവരെ കോഴിക്കോട് ബീച്ചിൽ നിന്നല്ല ഒരു ബീച്ചിലും പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കടൽ കണ്ടാൽ എന്താണെന്നറിയില്ല, ആമിക്കുട്ടിക്ക് ഒന്ന് നനയണം. അവൾ അങ്ങോട്ട് ഓടുകയാണ് കടലിൻ്റെ അടുത്തേക്ക്. പേടിയില്ല എന്ന് മാത്രമല്ല നമ്മളെ പേടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആമിക്കുട്ടി കടലിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആഭരണം എടുത്തിട്ട് കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലൗഡി കേട്ടോ. അതാണ് ഞാൻ സ്കൈ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത്. മാത്രമല്ല ഒരു ഫ്ലൈറ്റ് പോകുന്ന ഇങ്ങനെ മിന്നി കാണാനും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ അവിടെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ എൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് തരുന്നുണ്ട്. ആമിക്കുട്ടി ആഭരണം കൂടി ഫോട്ടോ എടുപ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒന്നിങ്ങനെ റൗണ്ടൊക്കെ അടിച്ചിട്ട് ഒരു തട്ടുകട ഫുഡും അതുപോലെ തന്നെ നല്ല രസമാണ് മിഠായി തെരു കാണാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ. സോ അതും ഒന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് തിര അടിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കച്ചവടക്കാരൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാനും കുക്കും കൂടി കുറച്ച് നേരം അവിടെ മണൽത്തിട്ടയിലിരുന്നു കേട്ടോ. പ്രജേട്ടനാണ് കിടക്കുന്നത്. അപ്പോൾ ഇയാളാണ് അവിടെ പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ ആള് ചേച്ചിയാണ്. അപ്പോൾ അവളെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് തന്നെ ആളുടെ ഉഷാറൊന്നും ഇല്ല. അവൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു എക്സ്പോ പോലെ കാണുന്നുണ്ട്. അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുക കേട്ടോ. മാത്രമല്ല ഇവിടെ വന്നാൽ നമുക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ. ഉപ്പിലിട്ട് തിന്നാതെ എങ്ങനെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുക. അപ്പോൾ ഞങ്ങളത് എന്താണെങ്കിലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ആമിക്കുട്ടിയാണെങ്കിൽ ഒരു മാങ്ങയൊക്കെ കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. മുഖം കണ്ടാൽ പറയില്ല. അങ്ങനെ ഞാനൊരു പൈനാപ്പിളൊക്കെ എടുത്തു കേട്ടോ. പൈനാപ്പിളാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയും മുടിയൊന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട. നമ്മൾ രാത്രി പെട്ടെന്ന് ചാടി എണീറ്റ് പോകുന്നതാണ്. മാത്രമല്ല എൻ്റെ മുടിയെല്ലാം കേളി ഹെയർ ആയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. അങ്ങനെ ആമിക്കുട്ടിക്ക് തെരണ്ടേഴ്സ് വാങ്ങിക്കൊടുത്തു. അവൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ മധുരമുള്ളതാട്ടോ അവൾക്ക് വാങ്ങിക്കൊടുത്തത്. ഉപ്പുള്ള ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. അങ്ങനെ അവളത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നൊരു സീനാട്ടോ ഈ കാണുന്നത്. അവൾക്കത് ഇഷ്ടമായിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രദറാണ് അടുത്ത് കഴിക്കുന്നത്. അവൻ കഴിക്കുന്നത് മറ്റേ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വരുന്നതാണ്, സ്പൈസി ആയിട്ടുള്ളത്. ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്താ സുഖമാണല്ലേ. ഒന്ന് പെട്ടെന്നൊന്ന് മൂഡ് ചേഞ്ച് ആക്കാനോ അല്ലെങ്കിൽ ഒന്ന് വൈബ് അടിക്കാനൊക്കെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്നൊരു സ്ഥലമായിരിക്കുമല്ലോ കോഴിക്കോടെന്ന്. അപ്പോൾ അതെനിക്ക് ഭയങ്കര അസൂയുള്ളൊരു കാര്യമായിട്ടോ. അവർക്കൊക്കെ അത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ അബിയും അപർണയും കൂടെയാണ് ഈ നടക്കുന്നത്. ആമിനെയും കൊണ്ട് ശ്രുതി ആദ്യം നടക്കുന്നുണ്ട്. പ്രജിയേട്ടനുണ്ട്, കുക്കുണ്ട്, ഞാനുണ്ട്. ഇത്ര ആൾക്കാരേ ഉള്ളൂ. അമ്മുക്കുട്ടി നമ്മളെ കൂടെ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. സോ നമുക്ക് അമ്മുക്കുട്ടീനെ പിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. വീട്ടിലേക്കല്ല, നമുക്കിനി SM സ്ട്രീറ്റിലേക്കാണ് ഗൈസ് പോകേണ്ടത്. അപ്പോൾ വണ്ടിക്കകത്ത് എല്ലാവരും കയറുന്നൊരു സീനാട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞിട്ടാണ് അങ്ങനെയാവുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമ്മളൊരു ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിയെന്നല്ല പറയേണ്ടത്. ഒരു ബംഗാളി കുട്ടി വന്നിട്ട് ആമിയുടെ കയ്യിൽ ഫോഴ്സ്ഫുള്ളി അത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവൾ പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ നമുക്ക് കൊടുക്കാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിലേക്ക് വന്നിട്ട് പെയ്ഡായിട്ട് പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് വണ്ടിയൊക്കെ ഇട്ടിട്ട് SM സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സമയം കാണാൻ. പക്ഷെ കുറച്ച് ക്രൗഡൊക്കെ കുറവായിരുന്നു. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് നടന്നിട്ട് കോഴിക്കോടൻ ഹലുവയൊക്കെ കാണുന്ന സ്ഥലമൊക്കെ ആട്ടോ ഫസ്റ്റത്തത്. റെയിൽവേ സ്റ്റേഷനൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഇതിലൂടെ ആട്ടോ നടക്കുക. ഒരുപാട് കാലം കോഴിക്കോട് ക്ലാസ്സിന് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നും ഇതിലൂടെ നടന്നിട്ടായിരുന്നു ക്ലാസ്സിന് പോയിരുന്നതും വന്നിരുന്നതും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതൊരു ഷോർട്ട് കട്ട് തന്നെയായിരുന്നു. ഇങ്ങനെ ആമിക്കുട്ടീനെ തോളത്തൊക്കെ കയറ്റിയിട്ടാണ് ശ്രുതി നടക്കുന്നത്. ഒരു പയ്യൻ നമുക്ക് ഹായ് തന്നു കേട്ടോ. വ്ളോഗ് ചെയ്യാമെന്ന് അവന് മനസ്സിലായിട്ടായിരിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാതയിലൂടെ ഇങ്ങനെ ലൈറ്റൊക്കെ മിന്നുന്ന സമയത്ത് പോകണം എന്നുള്ള എൻ്റെ ഒരു വിഷയമായിരുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആമിക്കുട്ടി ടയേർഡാണ്. അവൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ട് ടയേർഡാണ്. അപ്പം ഇനി അവൾ ഉറങ്ങാനുള്ള പരിപാടി കേട്ടോ. ഇതൊക്കെ 100 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ബാഗുകളാണ്. നമ്മളൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്യാതെ നിന്നിട്ടില്ല. ഇങ്ങനെ നടക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചൈന മാർക്കറ്റ് ഉണ്ട്. അവിടെ ആദ്യത്തെ വട്ടം ഇതിന് മുന്നേ വന്നിട്ട് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത്ര റഷായിരുന്നു. അപ്പോൾ ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഒട്ടും തിരക്കില്ല. സോ ഞങ്ങൾ ഇന്നൊന്ന് ഇവിടെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്കൂൾ ഐറ്റംസ് ഒക്കെ കിട്ടുന്നൊക്കെ അങ്ങനെ റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ കയറി നോക്കിയപ്പോൾ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഇറേസറും
ഷാർപ്നറും കൂടി ഉള്ളൊരു ടെഡി ബിയറിന് കേട്ടോ എടുത്തത്, അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് മാത്രമേ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും അത്ര തന്നെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റം അമ്മക്കുട്ടിയുടെ ഉള്ളതായതുകൊണ്ടാണ് ഞാനൊന്നും അങ്ങനെ എടുക്കാഞ്ഞത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് നോട്ട്ബുക്കിന് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നായിരുന്നു. ഒരു നോട്ട്ബുക്കിന് 75 രൂപ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് നഷ്ടമാണോ ലാഭമാണോ എന്ന് നോക്കിയതിന് ശേഷം വാങ്ങിക്കാന്നുള്ളത്. പിന്നെ നമുക്കാർക്കും സ്കൂളിൽ പോകാനില്ല, അമ്മക്കുട്ടിയായിരുന്നു സ്കൂളിൽ പോകാനുള്ളത്. അപ്പോൾ അവൾക്കാണെങ്കിലും ബുക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കോഴിക്കോട് SM സ്ട്രീറ്റിൽ വന്ന മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കോഴിക്കോടൻ ഹൽവ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളവിടെ വന്നിട്ട് ഹൽവ വാങ്ങിച്ചിട്ടില്ല, പകരം മറ്റേ ബനാന ചിപ്സ്, മധുരമുള്ള ബനാന ചിപ്സിൻ്റെ ഫാനാട്ടോ ഞാൻ. അങ്ങനെ അവിടെ നിന്ന് അതാണ് വാങ്ങിച്ചത്. അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ വരികയാണ്. വണ്ടിയിൽ വന്നിട്ട് നമ്മൾ പോകാനുള്ള പരിപാടി. ആമി ഇങ്ങനെ ഉറങ്ങുന്നത് കാരണം അവളങ്ങനെ മാറി മാറി എടുത്തിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഇനി അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല, പക്ഷേ ഗോകുലം ഗ്രാൻഡിൻ്റെ ഒക്കെ ബോർഡ് നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഫുഡ് അടിക്കുമ്പോൾ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഫുഡ് അടിക്കുന്ന സ്പോട്ട് കേട്ടോ. പ്രജിയേട്ടനും സുധിയും അപർണയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. നമ്മൾ ദോശയും സാമ്പാറും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും കേട്ടോ കഴിക്കാൻ പോകുന്നത്. ആമി അവിടെ ഉറങ്ങുന്നുണ്ട്. ചേച്ചി ഫുഡ് കഴിച്ചതായതുകൊണ്ട് ചേച്ചി കഴിച്ചിട്ടില്ല. അങ്ങനെ അവിടുത്തെ ഫുഡ് അടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇന്നത്ര വീഡിയോ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.